ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി മാസത്തിൽ PSC ബുള്ളറ്റിനിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിന്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിന്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പാശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പാശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗ്രവാൾ നിയമിതനായി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗ്രവാൾ നിയമിതനായി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കൂരിപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കൂരിപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു.
വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹർദീക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹർദീക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമ്മിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമ്മിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത്. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. CISFന്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. CISFന്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ രാം ശർമ്മ അന്തരിച്ചു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ
കൃഷ്ണരാം ശർമ്മ അന്തരിച്ചു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രൻസ് അന്തരിച്ചു. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രൻസ് അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ N. രാമചന്ദ്രന്റെ സ്മരണാർത്ഥം N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ N. രാമചന്ദ്രന്റെ സ്മരണാർത്ഥം N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024ന്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024ന്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്.
സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പ്രകാശ്. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പ്രകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGPയായി രശ്മി ശുക്ല നിയമിതരായി. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGPയായി രശ്മി ശുക്ല നിയമിതയായി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ ബോയ്മെൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ ബോയ്മെൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസ ഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസ ഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ഇതോടെ 2024 ജനുവരിയിലെ PSC ബുള്ളറ്റിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.